പ്രിയമുള്ളവരെ, വചനജ്വാല 1590 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 7 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 45 അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സൈറസിനെ നിയോഗിക്കുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്ത് കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശം ഉണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. കർത്താവ് ലോകനിയന്താവ്. ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് മഹാകഷ്ടം. കളിമണ്ണ് തന്നെ മെനയുന്നവനോട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്ന് ചോദിക്കുമോ? പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവനെ ഹാ ദുരിതം. ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ മക്കളെ പറ്റിയോ എൻ്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമി ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി, ഞാൻ അവൻ്റെ പാത നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൻ്റെ ധനവും എത്യോപ്യയുടെ കച്ചവടച്ചരക്കും ദീർഘകായരായ സോഭായരും നിന്റേതാകും. അവർ നിന്നെ അനുഗമിക്കും. ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും. ദൈവം നിന്നോടുകൂടെ മാത്രമാണ്, അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും. ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവർ ലജ്ജിച്ച് തലതാഴ്ത്തും. വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും.
കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞിടത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരിയുവാൻ യാക്കോബിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ച് കൂടി അടുത്തു വരുവിൻ. തടികൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അജ്ഞരാണ് നിങ്ങൾ. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടിയാലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും. ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബെനിഫോർട്ടിലെ വിശുദ്ധ റൈമണ്ടിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സ്പാനിഷിലാണ് ജനനം. 20-ാം വയസ്സിൽ ബൊളോഞ്ഞോ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. അവിടെ തന്നെ തത്വശാസ്ത്രം വിജയകരമായി പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 47-ാം വയസ്സിൽ ബാഴ്സലോണയിലേക്ക് തിരിച്ചു വന്ന് ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു. 6 കൊല്ലം ബാഴ്സലോണയിൽ പഠിച്ച് വിശുദ്ധ പീറ്റർ നൊളാസ്കോയോട് ചേർന്ന് വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ആരഗണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്നും മനസ്സ് തിരിച്ച് 1230-ൽ 55-ാം വയസ്സിൽ ഫാദർ റെയ്മണ്ട് 9-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ കുമ്പസാരണക്കാരനും ഗ്രാൻഡ് പെനിറ്റൻഷ്യറിയുമായി അതുവരെ നിലവിലുണ്ടായിരുന്ന സഭാ നിയമങ്ങൾ ഡെക്രറ്റസ് എന്ന പേരിൽ സമാഹരിച്ചു. 60-ാം വയസ്സിൽ റെയ്മണ്ട് തരഗോണ ആർച്ച് ബിഷപ്പായി. ആ ബഹുമാനം ഇഷ്ടപ്പെടാതെ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞു. 63-ാം വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി. കാൽനടയായി എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. മാസ്റ്റർ ജനറലിന് സ്ഥാനം ഒഴിയാനുള്ള വ്യവസ്ഥയുണ്ടാക്കി. 65-ാം വയസ്സിൽ ഈ സ്ഥാനവും രാജിവെച്ചു. തുടർന്ന് സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി. 18 വർഷം കൊണ്ട് 10,000 പേരെ അദ്ദേഹം സ്നാനപ്പെടുത്തി. 100-ാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ബെനിഫോർട്ടിലെ വിശുദ്ധ റൈമണ്ടിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.